നല്ല കൃതജ്ഞത വേണം. സൃഷ്ടിച്ച തന്തയ്ക്ക് 10-1 കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെയും മക്കളുടെയും രോഗം പോവില്ല. കാരണം ആദ്യത്തെ കോശം സൈഗോട്ട്, അതുണ്ടാകാനുള്ള മൗലിക സാധനങ്ങളിലൊന്ന് തന്തയുടെ ബീജം. അതില്ലെങ്കിൽ നിങ്ങളില്ല. വൈദ്യശാസ്ത്രവും നിങ്ങളുടെ പഠിത്തവും നിങ്ങൾ ഇന്നിട്ടിരിക്കുന്ന കളസമൊന്നുമല്ല ജീവിതം. ഇതിന്റെ മൗലിക വസ്തു ആദ്യത്തെ സൈഗോട്ട്. അതിനൊരു നന്ദി വേണം. തന്തയെ തെരുവിളിക്കരുത്, ദുഃഖിപ്പിക്കരുത്. കയ്യിലുള്ളതിന്റെ 10-1 കൊടുക്കണം. എല്ലായ്പ്പോഴും ഉണ്ടാക്കുന്നതിന്റെ 10-1 തന്തയ്ക്കുള്ളതാണ്. കൊടുത്തില്ലെങ്കിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്ന് മരുന്ന് വാങ്ങിച്ചാൽ മതി. വളരെ ശ്രദ്ധിച്ച്. കൊടുത്തില്ലെന്നോ പോട്ടെ, തന്തയെ തെരയും കൂടെ വിളിക്കുകയാണെങ്കിൽ മരുന്നൊന്നും കഴിക്കണ്ട, പെട്ടി വാങ്ങിച്ചു വെച്ചാൽ മതി. നല്ല കൃതജ്ഞത വേണം. തള്ളയ്ക്ക് കൊടുക്കരുത്. കാരണം തള്ള തന്തയുടെ 1000 മടങ്ങ് ഗൗരവമുള്ള ഗുരുവാണ്. വയറ്റിൽ ഉദരത്തിലിട്ട് ഒരു നട ചവിട്ടിയതിന് നിങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ ആ കാൽക്കൽ വെച്ചാൽ മതിയാവില്ല. തന്ത ശപിച്ചാലും തള്ളയൊന്ന് ചിരിച്ചാൽ മാറും. തള്ള ഒരിക്കലും വിഷമിക്കരുത്, ഒരു കാരണം കൊണ്ടും. പെറ്റ തള്ളയെ നിന്ദിച്ചിട്ടും നിരാകരിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും പോയി 1000 തള്ളമാരുടെ കാല് കഴുകി കുടിച്ചാലും നിങ്ങൾ ഗുണം പിടിക്കില്ല, ഉറപ്പാ. അതുകൊണ്ട് പെറ്റ തള്ളയ്ക്ക് കൊടുത്ത് ചെറുതാകരുത്. പെറ്റ തള്ള എടുത്തിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചാൽ മതി. കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ അതും മാറിയിട്ടുണ്ടാവും. ആലോചിച്ചിട്ട് നിന്നാ മതി. ഇത്രയും കൃതജ്ഞത പോരാ കൃഷിക്കാരോട്. കാരണം ഭൂമി നിലനിർത്തുന്നത് അന്നമാണ്. അന്നമുണ്ടാക്കുന്ന കൃഷിക്കാരനോട്, അന്നം പാകം ചെയ്യുന്ന വീട്ടിലെ അടുക്കളയിൽ പണിയുന്നവളോട്, അത് വിളമ്പിത്തരുന്നവളോടൊക്കെ നന്ദി വേണം. ഓരോ ആഹാരവും രസവും രക്തവും ബുദ്ധിയും മേധയും ഒക്കെയായി മാറും. അതിനൊക്കെ നന്ദി വേണം. ഉടുത്തൊരുങ്ങിയവനെയും കമ്പ്യൂട്ടർ എഞ്ചിനീയറെയും ഒന്നും കണ്ടിട്ട് എഴുന്നേറ്റില്ലെങ്കിലും കുഴപ്പമില്ല. അന്നം തന്നവനെ കണ്ടാൽ എഴുന്നേക്കണം, ബഹുമാനിക്കണം. ബഹുമാനിക്കാൻ പിള്ളേരെ പഠിപ്പിക്കണം. അവന്റെ പ്രായം നോക്കാതെ പേര് വിളിക്കുകയും എടാന്ന് വിളിക്കുകയും ഒന്നും ചെയ്യരുത്. അവനുള്ള അവകാശങ്ങളും കൊടുക്കണം.